ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് സെർച്ച് എഞ്ചിൻ. ഇത് ക്ലിയർ കാണുന്നില്ലേ? സ്ക്രീന് വിസിബിൾ അല്ലേ? അപ്പൊ എന്താണ് സെർച്ച് എഞ്ചിൻ എന്നുള്ളത് നോക്കാം. സെർച്ച് എഞ്ചിൻ കേട്ടിട്ടുണ്ടോ? അപ്പൊ നമ്മൾ വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഗൂഗിൾ ക്രോം പോലുള്ള വെബ് ബ്രൗസറുകൾ വെച്ചിട്ടാണ് നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റ് നമ്മൾ വിസിറ്റ് ചെയ്യാം. സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ സെർച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് അറിയണം, അപ്പൊ നമ്മൾ ആദ്യം പോയിട്ട് എന്ത് ചെയ്യും? ഗൂഗിളിൽ സെർച്ച് ചെയ്യാണ് ചെയ്യാം. അപ്പൊ അതാണ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഓക്കെ, ഇതാണ് ഇപ്പോൾ സെർച്ച് എഞ്ചിന്റെ എക്സാമ്പിൾ ഗൂഗിൾ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നേരെ www.google.com. അപ്പോൾ ഇത് സെർച്ച് ചെയ്യാൻ ഇതൊരു എന്താ വെബ്സൈറ്റ് ആണ് google.com എന്നുള്ളത്. ഈ വെബ്സൈറ്റിൽ നമുക്ക് എടുക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്? ബ്രൗസർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഞാൻ എഡ്ജ് എന്ന് പറയുന്ന വെബ് ബ്രൗസർ എടുത്തു, അതിൻ്റെ അകത്ത് www.google.com ടൈപ്പ് ചെയ്തു. അപ്പോൾ നേരെ എന്ത് ചെയ്തു? ഈ ഗൂഗിളിന്റെ പേജിലേക്ക് വന്നു. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് ഇതാണ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. നമ്മളെ സെർച്ച് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. ഇത് ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിൻ ആണ് ഇപ്പൊ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് ഇവിടെ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങൾക്ക് ഇവിടെ പോയിട്ട് എന്ത് ചെയ്യാം? സെർച്ച് ചെയ്യാം. കേരള ടൂറിസം എന്ന് ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്തു. ഓക്കെ, അപ്പൊ എന്ത് വരും? കേരള ടൂറിസവുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫോർമേഷൻസും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ട് കാണിക്കും അല്ലെ. അപ്പൊ അതിനെ നമുക്ക് പോപ്പുലർ ഡെസ്റ്റിനേഷൻസ് ഇൻ കേരളത്തിൽ കുറെ പിക്ചേഴ്സ് കാണിക്കുന്നുണ്ട്. പിന്നെ കേരള ടൂറിസത്തിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അതിവിടെ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതിപ്പോൾ ഗവൺമെന്റിന്റെ കേരള ടൂറിസത്തിന്റെ വെബ്സൈറ്റ് ആണ് ഈ കാണുന്നത്, kerala-tourism.gov.in എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷന് സെർച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ എന്താന്നുള്ളത്? അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന സെർച്ച് എഞ്ചിൻസ് ആണ് ഗൂഗിള്. ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ചതാണ് ഗൂഗിള്. പിന്നെ അതേപോലെ ബിങ്. ഗൂഗിൾ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും വൈഡ്ലി യൂസ് ചെയ്യുന്നത് ഗൂഗിൾ സെർച്ച് എഞ്ചിൻ ആണ്. പിന്നെ ബിങ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിന്റെ സെർച്ച് എഞ്ചിൻ ആണ് ബിങ് എന്ന് പറയുന്നത്. അത് മൈക്രോസോഫ്റ്റ് കമ്പനിയുടെ സെർച്ച് എഞ്ചിൻ ആണ് ബിങ്. പിന്നെ യാഹു ആദ്യ കാലങ്ങളിലൊക്കെ യാഹു ആണ് എല്ലാവരും യൂസ് ചെയ്തിരുന്നത്. ഇപ്പോഴാണ് നമ്മൾ പോപ്പുലർ ആയിട്ട് ഗൂഗിൾ സെർച്ച് എഞ്ചിൻ യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് ഡക്ക് എന്ന് പറയുന്നത്. അതും നമ്മൾ ആദ്യ കാലങ്ങളിലൊക്കെ യൂസ് ചെയ്തിരുന്ന സെർച്ച് എഞ്ചിൻ. പേരുകൾ ജസ്റ്റ് പഠിച്ചു വെക്കട്ടെ. അതേപോലെ ബൈഡു, യാൻഡെക്സ്. അപ്പൊ യാൻഡെക്സ് ഒക്കെ നമുക്ക് MCQ ടൈപ്പ് ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പേരുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഗൂഗിള്, ബിങ്, യാഹു, ഡക്ടക്കോ, ബൈഡു ആൻഡ് യാൻഡെക്സ് ഇത്രയാണ് നമ്മൾ പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന സെർച്ച് എഞ്ചിൻസ്. അപ്പൊ ഈ സെർച്ച് എഞ്ചിനും പിന്നെ അതുപോലെ വെബ് ബ്രൗസറിന്റെ പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവാതിരിക്കാൻ ശ്രമിക്കുക. എക്സാമുകൾക്ക് സാധാരണ ചോദിക്കാറുണ്ട് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സെർച്ച് എഞ്ചിൻ. അപ്പൊ അതിനകത്ത് നമുക്ക് തരും ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ്, മൈക്രോസോഫ്റ്റ് എഡിജ്, പിന്നെ അതുപോലെ ബിങ്. അപ്പൊ നിങ്ങൾ ഏതാ എഴുതുക? സെർച്ച് എഞ്ചിൻ എക്സാമ്പിൾ ബിങ് ആണ് സെർച്ച് എഞ്ചിന് എക്സാമ്പിൾ ആയിട്ട് വരിക. അപ്പൊ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കട്ടെ. അത് രണ്ടും കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. സെർച്ച് എഞ്ചിന്റെ എക്സാമ്പിൾസും കറക്റ്റ് നോക്കുക. ഏതൊക്കെയായിരുന്നു സെർച്ച് എഞ്ചിന്റെ എക്സാമ്പിള്? സെർച്ച് എഞ്ചിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഗൂഗിൾ, യാഹു, ബിങ്, ഡക്ടക്കോ, ബെയ്തു ആൻഡ് യാൻഡെക്സ്. ഏതൊക്കെയാണ് വെബ് ബ്രൗസറിന്റെ എക്സാമ്പിൾ? ഏതൊക്കെയാണ്? ഗൂഗിൾ ക്രോം കാണുന്നില്ലേ? മോസില്ല ഫയർഫോക്സ്, മൈക്രോസോഫ്റ്റ് എഡിജ്, സഫാരി, അതുപോലെ ഒപ്പേര. അപ്പൊ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ പഠിച്ചു വെക്കുക. എക്സാമിന് സ്ഥിരമായിട്ട് ആ ഏരിയയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പൊ സെർച്ച് എഞ്ചിൻ ഇമ്പോർട്ടന്റ് ആണ്. 10 മാർക്കിന് ചോദിച്ച് കാണാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ സെർച്ച് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പൊ നമ്മൾ നേരത്തെ ഞാൻ ഗൂഗിളിൽ എടുത്തു കേരള ടൂറിസം എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ എനിക്ക് കേരള ടൂറിസവുമായി ബന്ധപ്പെട്ട ഒരുപാട് ലിങ്കുകൾ താഴെ ഡിസ്പ്ലേ ആയിട്ട് വന്നു അല്ലേ? കണ്ടില്ലേ നിങ്ങള്?
ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ കാണാം, ഇവിടെ നമുക്ക് ഒരുപാട് റിസൾട്ടുകൾ ഇങ്ങനെ താഴെ താഴെ വരുന്നുണ്ട്. കേരള ടൂറിസവുമായി ബന്ധപ്പെട്ട ഒരുപാട് പേജുകൾ നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് എന്ന് നോക്കാം. അപ്പോൾ സെർച്ച് എഞ്ചിൻ മെയിൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത് 3 പാർട്സ് വെച്ചിട്ടാണ്. ഒന്നാണ് ക്രൗളിങ്, രണ്ടാമത്തത് ഇൻഡെക്സിങ് ആൻഡ് തേർഡ് വൺ റാങ്കിങ്. ഓക്കെ, ക്രൗളിങ്, ഇൻഡെക്സിങ് ആൻഡ് റാങ്കിങ്. ക്രൗളിങ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഇന്റർനെറ്റിനകത്ത് ഒരുപാട് വെബ്സൈറ്റുകൾ ഉണ്ട് അല്ലെ. ഈ എല്ലാ വെബ്സൈറ്റുകളും പരസ്പരം ലിങ്ക് ചെയ്തിട്ട് ഹൈപ്പർ ലിങ്ക് വഴി പരസ്പരം ലിങ്ക് ചെയ്തിട്ടാണ് കിടക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ അടുത്ത വെബ്സൈറ്റിൽ എത്താൻ പറ്റും. അതിന് നമുക്ക് അടുത്തൊരു ഹൈപ്പർ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വെബ്സൈറ്റിൽ എത്താൻ പറ്റും. അങ്ങനെ പരസ്പരം ലിങ്ക് ചെയ്തിട്ടാണ് നമ്മളെ ഇന്റർനെറ്റിലുള്ള എല്ലാ റിസോഴ്സുകളും കിടക്കുന്നത്, എല്ലാ പേജുകളും ഉള്ളത്. അപ്പൊ ക്രൗളിംഗ് എന്ന് പറഞ്ഞാല് അത് ഇന്റർനെറ്റിലുള്ള എല്ലാ വെബ്സൈറ്റുകളെയും ക്രൗൾ ചെയ്യുക അല്ലെങ്കിൽ സ്കാൻ ചെയ്യാം. എന്നിട്ട് ഏതൊക്കെയാണോ ഇമ്പോർട്ടൻ്റ്, ഇപ്പോൾ ഓരോ വെബ്സൈറ്റിൽ പോയിട്ട് അതിന്റെ മെയിൻ ആയിട്ട് വരുന്ന ഹെഡിങ്ങുകൾ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഹെഡിങ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, സെർച്ച് ചെയ്ത് വെക്കും. അതാണ് ക്രൗളിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഓരോ മിനിറ്റിനും അല്ലെങ്കിൽ ഓരോ സെക്കൻഡിനും ആയിരക്കണക്കിന് വെബ്സൈറ്റ്, പുതുതായിട്ടുള്ള ഓരോ വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ക്രൗളിംഗ് എന്ന് പറഞ്ഞാൽ 24 hours ഇന്റർനെറ്റിൽ ഇങ്ങനെ എന്താ സെർച്ച് ചെയ്ത് അതിൽ എല്ലാ ഇൻഫർമേഷൻസും ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുന്ന ഒരു പ്രോഗ്രാമാണ് വെബ് ക്രൗളേഴ്സ് അല്ലെങ്കിൽ സ്പൈഡേഴ്സ് ഒക്കെ എന്ന് പറയും. ഓക്കെ, ഈ വെബ് ക്രൗളർ പ്രോഗ്രാം ആണ്, അല്ലെങ്കിൽ നമ്മൾ ബോട്ട്സ് എന്നൊക്കെ പറയും. ഈ ബോട്ട്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മളെ ഇന്റർനെറ്റിലുള്ള എല്ലാ വെബ്സൈറ്റുകളെയും സ്കാൻ ചെയ്യും. അതാണ് ക്രൗളിംഗ് എന്ന് പറയുന്ന സ്റ്റെപ്പിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ സെർച്ച് എഞ്ചിൻ ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ആണ് ഉണ്ട്. ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് വെച്ചിട്ടാണ്, ഇതിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ വെബ് ക്രൗളേഴ്സ് അല്ലെങ്കിൽ ബോട്ട്സ് എന്നൊക്കെ പറയുന്ന പ്രോഗ്രാമുകൾ വെച്ചിട്ട് ഇന്റർനെറ്റിനെ മുഴുവൻ സ്കാൻ ചെയ്യുന്നതാണ് ക്രൗളിംഗിൽ ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഒരു വെബ്സൈറ്റുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കും, ലിസ്റ്റ് ഓഫ് ഓൾ അവൈലബിൾ വെബ്സൈറ്റ്. ഓരോ വെബ്സൈറ്റിലും കയറിയിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ അതിന്റെ ഹെഡിങ് ആയിരിക്കാം, അതിന്റെ ടൈറ്റിൽ ആവാം, ഇത് മാത്രം എടുത്തിട്ട് അതിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത്, ക്രൗളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ ക്രൗളിംഗ് എന്താണെന്നുള്ളത്? ക്രൗളിംഗ് എന്താണെന്ന് മനസ്സിലായോ? ക്ലിയർ ആണോ പറഞ്ഞത്? കേൾക്കുന്നില്ലേ? ക്രൗളിംഗ് എന്ന് പറഞ്ഞാല് നമ്മുടെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു സെർച്ച് ചെയ്യാണ്. ഇപ്പൊ നിങ്ങളിപ്പോ കേരള ടൂറിസം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ടൂറിസവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇൻഫോർമേഷൻസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ഓരോ പേജ് വരുന്നത് എന്താ വെച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് ക്രൗളിംഗ്. ക്രൗളിംഗ് എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റിലുള്ള എല്ലാ വെബ്സൈറ്റുകളെയും സ്കാൻ ചെയ്യാം. ഓക്കെ, ഇറ്റ് സ്കാൻസ് ദ വെബ് യൂസിങ് വെബ് ക്രൗളേഴ്സ് ടു ഡിസ്കവർ ദ ന്യൂ ആൻഡ് അപ്ഡേറ്റഡ് പേജസ്. ഈ ഇന്റർനെറ്റിലുള്ള എല്ലാ പേജുകളെയും വെബ് ക്രൗളർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം വെച്ചിട്ട് സ്കാൻ ചെയ്യാം. അതാണ് ക്രൗളിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ഈ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇൻഡെക്സിങ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ക്രൗളിംഗ് എന്ന അല്ലെങ്കിൽ വെബ് ക്രൗളേഴ്സ് അല്ലെങ്കിൽ സ്പൈഡർ എന്നും കൂടെ പറയാറുണ്ട് ഈ ഒരു പേരിന് കേട്ടോ. വെബ് ക്രൗളേഴ്സ് അല്ലെങ്കിൽ സ്പൈഡർ എന്ന് പറയുന്ന പ്രോഗ്രാം വെച്ചിട്ട് ഇന്റർനെറ്റിലുള്ള എല്ലാ വെബ്സൈറ്റുകളും ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. അത് ഈ സ്കാൻ ചെയ്ത ഇൻഫർമേഷൻസ്, അതിൽ ഓരോ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അങ്ങനെ ഒരുപാട് വെബ്സൈറ്റുകൾ ഉണ്ടാവും ഇന്റർനെറ്റിനകത്ത്. ഇതിനെല്ലാം സ്കാൻ ചെയ്തിട്ട് അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കും ഏത് ഈ വെബ് ക്രൗളേഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാം. എന്നിട്ട് എന്ത് ചെയ്യും, ഇൻഡെക്സിങ് ചെയ്യും. ഇൻഡെക്സിങ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ പേജിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻസ് എല്ലാം എന്ത് ചെയ്യും, ഒരു ഡാറ്റാ ബേസിന്റെ അകത്തേക്ക് സ്റ്റോർ ചെയ്തിട്ട് വെക്കും. അതാണ് ഇൻഡെക്സിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഈ വെബ് ക്രൗളർ എടുത്തു കൊണ്ടുവരുന്ന ഇൻഫർമേഷനെ കുറച്ച് സ്ട്രക്ചർ ചെയ്ത് ഓർഗനൈസ് ചെയ്തിട്ട് അതിനെല്ലാം എന്ത് ചെയ്യും, ഒരു ഡാറ്റാ ബേസിലേക്ക് സേവ് ചെയ്ത് വെക്കും. അതാണ് ഇൻഡെക്സിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതായത് ഇപ്പൊ നമ്മൾ നോർമലി നമ്മൾക്കൊരു ടെക്സ്റ്റ് ബുക്കിന്റെ അകത്തൊക്കെ ഇൻഡെക്സ് ഉണ്ടാവും അല്ലെ. ഫസ്റ്റ് ചാപ്റ്റർ 1 കൊടുക്കും, അത് ഏത് പേജിലാന്നുണ്ടാവും. കണ്ടിട്ടില്ലേ? ചാപ്റ്റർ 2 അത് ഏത് പേജിലാന്നുണ്ടാവും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യണമെങ്കിൽ, ഏതെങ്കിലും ചാപ്റ്റർ എടുക്കണമെങ്കിൽ നേരെ നമ്മൾ ഇൻഡെക്സ് നോക്കിയിട്ടാണ് സെർച്ച് ചെയ്യാം അല്ലേ.
അതുപോലെ ഇവിടുന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻ ഇന്റർനെറ്റിലുള്ള എല്ലാ പേജുകളെയും എന്ത് ചെയ്യും, ഇൻഡെക്സ് ചെയ്യും. അതാണ് ഇൻഡെക്സിംഗിൽ ചെയ്യുന്നത്. അതായത് ക്രൗളിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സപ്പോസ് ഇപ്പൊ നിങ്ങളിപ്പോ ഒരു സെർച്ച് ചെയ്യാണ് കേരള ടൂറിസം എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്രൗളിംഗ് എന്ന് പറയുന്ന, അതായത് വെബ് ക്രൗളർ എന്ന് പറയുന്ന പ്രോഗ്രാം വഴി നമ്മളെ ഇന്റർനെറ്റിൽ ഒരുപാട് വെബ്സൈറ്റുകൾ ഉണ്ടാവും കേരള ടൂറിസവുമായി ബന്ധപ്പെട്ട. അതുമായി ബന്ധപ്പെട്ട എല്ലാ വെബ്സൈറ്റുകളും ഇങ്ങനെ സെർച്ച് ചെയ്ത് കൊണ്ടുവരും, സ്കാൻ ചെയ്ത് വരും ക്രൗളിംഗ്, ഈ വെബ് ക്രൗളേഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാം. ഹലോ, കേൾക്കുന്നില്ലേ? എന്നിട്ട് ഈ സെർച്ച് ചെയ്ത് കൊണ്ടുവന്നതിനെ നമ്മൾ എന്ത് ചെയ്യും, ഒന്നൊരു ഓർഡർ ആക്കി ഒന്ന് സോർട്ട് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കും. അതാണ് ഇൻഡെക്സിംഗിൽ വരുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഒരു കമ്പ്യൂട്ടറിനെ കുറിച്ച് നിങ്ങൾ സെർച്ച് ചെയ്യുന്നത്, ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്നതിനെ കുറിച്ചിട്ട് ഒരുപാട് വെബ്സൈറ്റുകൾ ഉണ്ടാവും, അതിനെ കുറിച്ച് പറയുന്ന ഒരുപാട് വെബ്സൈറ്റുകൾ ഉണ്ടാവും. ഈ എല്ലാ വെബ്സൈറ്റിൽ നിന്നും എന്ത് ചെയ്യും, അതുമായി റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും കളക്ട് ചെയ്തിട്ട് അതിനെ ഇപ്പോൾ വൺ കമ്പ്യൂട്ടർ ഏത് എത്രാമത്തതിലാണ് സേവ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ ഓരോന്നും ഇങ്ങനെ ഇൻഡെക്സ് ചെയ്ത് വെക്കും. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടതെല്ലാം ഒരൊറ്റ സ്ഥലത്ത് സ്റ്റോർ ചെയ്യും, ടൂറിസവുമായി ബന്ധപ്പെട്ടതെല്ലാം വേറെ സ്ഥലത്ത് സ്റ്റോർ ചെയ്യും. അതാണ് ഇൻഡെക്സിംഗിൽ ചെയ്യുന്നത്. നമ്മൾ ടെക്സ്റ്റ് ബുക്സിലൊക്കെ ഇൻഡെക്സ് കാണുന്ന പോലെ തന്നെ. ക്ലിയർ ആണോ ക്രൗളിംഗ് ആൻഡ് ഇൻഡെക്സിംഗ്? ഇനി നെക്സ്റ്റ് വരുന്നതാണ് റാങ്കിങ്. അതായത് ഇപ്പൊ നമ്മൾ സെർച്ച് ചെയ്തിട്ട് നിങ്ങളിപ്പോ എന്ത് ചെയ്തു, വെബ്സൈറ്റ് ഫുള്ള് സ്കാൻ ചെയ്തു ക്രൗളർ പ്രോഗ്രാം, അതിനെ ഓരോ സ്ഥലത്ത് എന്ത് ചെയ്യാ ഇൻഡെക്സ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് റാങ്കിങ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ നേരത്തെ എടുത്തല്ലോ, ഇപ്പൊ ഞാനിവിടെ കേരള ടൂറിസം എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ അതെന്ത് ചെയ്തു, വെബ് ക്രൗളർ എന്ന് പറയുന്ന പ്രോഗ്രാം ആ വെബ്സൈറ്റ് മുഴുവൻ സെർച്ച് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഇൻഡെക്സ് ചെയ്ത് വെച്ച പൊസിഷനിൽ നമുക്ക് കുറെ പേജുകൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തന്നു അല്ലെ. ഇപ്പൊ കേരള ടൂറിസത്തിന്റെ ഒരു പേജ് ഉണ്ട്, ഇവിടെ കാണാം വേറൊരു കേരള ടൂറിസം എന്ന് പറയുന്ന വേറൊരു പേജ് കാണാം. ഇങ്ങനെ ഒരുപാട് പേജ് നമുക്ക് തന്നു. അപ്പൊ ഇതിന്റെ അകത്ത് ഫസ്റ്റ് ഈ പേജാണ് വന്നിട്ടുള്ളത് അല്ലെ, രണ്ടാമത്താണ് ഈ ഒരു ലിങ്ക്. അപ്പൊ ഇതാണ് റാങ്കിങ് എന്ന് പറയുന്നത്. ഏത് പേജാണ് നമുക്ക് ആദ്യം, ഏത് വെബ്സൈറ്റ് ആണ് നമുക്ക് ആദ്യം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്, അത് തീരുമാനിക്കുന്നത് റാങ്കിങ് അൽഗോരിതംസ് ഒക്കെ വെച്ചിട്ടാണ്. അപ്പൊ അത് തീരുമാനിക്കുന്നത് എങ്ങനെ വെച്ചാൽ, ഇപ്പൊ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഏറ്റവും കൂടുതലായിട്ട് വിസിറ്റ് ചെയ്യുന്ന പേജ് ഏതാണോ അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ആദ്യം വരിക. അല്ലെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചിട്ട് നമ്മൾ അടുത്തുള്ള പ്ലേസ് ഏതൊക്കെയാണോ അതായിരിക്കും വരിക. അങ്ങനെയാണ് ഈ റാങ്കിങ് തീരുമാനിക്കുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്ന പേജ് ആയിരിക്കും ഏറ്റവും ഫ്രണ്ടിൽ വരിക. ഇതാണ് റാങ്കിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, ഇപ്പൊ റാങ്കിങ് എന്ന് പറഞ്ഞാല് വെബ്സൈറ്റിനെ നമ്മൾ എന്ത് ചെയ്യുക, ലിസ്റ്റ് ചെയ്ത് കാണിക്കുക. സെർച്ച് എഞ്ചിന്റെ വെബ്സൈറ്റുകളെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുക. ആ ലിസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഓർഡർ വെച്ചിട്ടാണ് ലിസ്റ്റ് ചെയ്യുക. അതിന് കുറെ ക്രൈറ്റീരിയാസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ റാങ്കിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഒരു സെർച്ച് എഞ്ചിന്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത്: ക്രൗളിങ്, ഇൻഡെക്സിങ് ആൻഡ് റാങ്കിങ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്കൊരു പിസ്സ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യണം. അപ്പൊ നിങ്ങൾ സെർച്ച് ചെയ്യും. അപ്പൊ അതിന്റെ അകത്ത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ക്രൗളർ പ്രോഗ്രാം ബില്യൺസ് ഓഫ് പേജ് ഉണ്ടാവും ഈ പിസ്സ മേക്കിങ്ങിനെ കുറിച്ചിട്ട്. അതിനെല്ലാം സെർച്ച് ചെയ്തിട്ട് അതിനെ ഇൻഡെക്സ് ചെയ്ത് വെക്കും. എന്നിട്ട് നമുക്ക് ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ളത് ഏതാണോ അത് റാങ്കിങ് അൽഗോരിതം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു ഓർഡറിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പൊ നമുക്ക് ഏതാണോ വേണ്ടത് ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അതിന്റെ ഇൻഫർമേഷൻ എടുക്കും. ഇതാണ് ഒരു സെർച്ച് എഞ്ചിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് സെർച്ച് എഞ്ചിൻ നമ്മൾ അല്ലെങ്കിൽ സെർച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് ടെക്നിക്കുകൾ ഉണ്ട്. സെർച്ച് ടെക്നിക് യൂസ്ഡ് ബൈ സെർച്ച് എഞ്ചിൻ. അതായത് ഇപ്പൊ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ ടൈപ്പ് ചെയ്ത് ജസ്റ്റ് കേരള ടൂറിസം അല്ലെ, നമ്മളൊരു കീവേഡ് വെച്ച് ജസ്റ്റ് ടൈപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഏതൊക്കെ രീതിയിൽ എന്ത് ചെയ്യാം, സെർച്ച് ചെയ്യാം. അതാണ് സെർച്ച് ടെക്നിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഫസ്റ്റ് വൺ ആണ് കീവേഡ് ബേസ്ഡ് സെർച്ച്. അതായത് നമ്മളിപ്പോ ഞാൻ നേരത്തെ സെർച്ച് ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, കേരള ടൂറിസം ആ ഒരു ജസ്റ്റ് ടൈപ്പ് ചെയ്തു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വെബ് പേജുകൾ എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് എന്ത് ചെയ്തു, ഡിസ്പ്ലേ ആയിട്ട് വന്നു. അതാണ് കീവേഡ് ബേസ്ഡ് സെർച്ച് എന്ന് പറയുന്നത്. ഇപ്പോഴും നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്നത് അങ്ങനെയാണ്. ജസ്റ്റ് സെയിം ഗൂഗിൾ സെർച്ചിൽ പോയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യും, ടൈപ്പ് ചെയ്ത് കൊടുക്കും. നമുക്ക് എന്താണോ സെർച്ച് ചെയ്യേണ്ടത് അത് സെർച്ച് ചെയ്ത് കൊടുക്കും. ഇനി രണ്ടാമത്തതാണ് ബൂളിയൻ സെർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ബൂളിയൻ സെർച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻഡ്, ഓർ, നോട്ട് ഇങ്ങനെ വെച്ച് സെർച്ച് ചെയ്യുന്നതാണ് ബൂളിയൻ സെർച്ച് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ പറയണ ഗാന്ധിജി ആൻഡ് നെഹ്റു എന്ന് പറയുന്നത് സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ എന്ത് വരും, എനിക്ക് ഗാന്ധിജിനെ കുറിച്ചിട്ടും അതേപോലെ നെഹ്റു രണ്ടാളും ഇൻക്ലൂഡ് ചെയ്യുന്ന വെബ്സൈറ്റുകളായിരിക്കും എനിക്ക്
നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ട് വരിക. ഇനി ഞാൻ ഓർ എന്ന് കൊടുക്കുകയാണ്. ഞാൻ ഗാന്ധിജി ഓർ നെഹ്റു എന്ന് കൊടുക്കുകയാണെങ്കിൽ എന്താ, ഒന്നിക്കെ ഗാന്ധിജിനെ കുറിച്ച് മാത്രമുള്ളതായിരിക്കും, അല്ലെങ്കിൽ നെഹ്റുവിനെ കുറിച്ച് മാത്രമുള്ള പേജായിരിക്കും ഡിസ്പ്ലേ ചെയ്തിട്ട് കാണിക്കുക. ഓക്കെ, അതാണ് ആൻഡ് ഓർ. ആൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആൻഡിന്റെ തൊട്ട് മുന്നേ കൊടുക്കുന്നതും ആൻഡിന്റെ തൊട്ട് ശേഷം കൊടുക്കുന്നതും രണ്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റുകൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഓർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്ന്. ഇനി നോട്ട് എന്ന് പറഞ്ഞാലോ, ഇപ്പൊ ഞാൻ കൊടുക്കുകയാണ് കമ്പ്യൂട്ടർ ഡിവൈസ്, ഇലക്ട്രോണിക് ഡിവൈസസ് നോട്ട് കമ്പ്യൂട്ടർ. ഓക്കെ, അതായത് നോട്ടിന് ശേഷം എന്താണോ നമ്മൾ കൊടുത്തത് അതിനെ ഒഴിവാക്കും. ഞാൻ കൊടുത്ത ഇലക്ട്രോണിക് ഡിവൈസസ് നോട്ട് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, കമ്പ്യൂട്ടർ അല്ലാത്ത ഇലക്ട്രോണിക് ഡിവൈസുകൾ ഡിസ്പ്ലേ ചെയ്തിട്ട് കാണിക്കും. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഡാറ്റ സയൻസ് ആൻഡ് ട്യൂട്ടോറിയൽ നോട്ട് ബിഗിനർ. അപ്പോൾ ഇവിടെ എന്താ, ഡാറ്റ സയൻസുമായി ബന്ധപ്പെട്ട ട്യൂട്ടോറിയൽ ആവും വരിക, പക്ഷെ അതൊരു ബിഗിനർ ലെവൽ ആവരുത്. നോട്ട് ബിഗിനർ എന്ന് പറഞ്ഞാൽ ഒരു അഡ്വാൻസ്ഡ് ലെവൽ ട്യൂട്ടോറിയൽ ആയിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ട് കാണിക്കാം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ പറഞ്ഞത്? നെക്സ്റ്റ് ആണ് ഫ്രേസ് സെർച്ച് എന്ന് പറയുന്നത്. ഫ്രേസ് സെർച്ച് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എക്സാക്ട് ഫ്രേസ്, ഇപ്പൊ നിങ്ങൾ കമ്പ്യൂട്ടർ ഡിവൈസസ് എന്ന് കൊടുക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ഡിവൈസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും വരിക. ഇനി കമ്പ്യൂട്ടർ ഡിവൈസ് നമ്മൾ ഡബിൾ കോട്സിനുള്ളിൽ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ കമ്പ്യൂട്ടർ ഡിവൈസ് എന്നുള്ള വെബ്സൈറ്റുകൾ മാത്രം നമുക്ക് എന്ത് ചെയ്യും, സെർച്ച് ചെയ്തിട്ട് കാണിക്കും. ഇപ്പൊ ഇവിടെ കണ്ടില്ലേ, മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് എന്ന് പറഞ്ഞിട്ടൊരു ഡബിൾ കോട്സിൽ കൊടുക്കും. അതാണ് ഫ്രേസ് സെർച്ച് എന്ന് പറഞ്ഞാൽ. ആ ഫ്രേസിനെ മാത്രം ഒന്നിച്ച് എന്ത് ചെയ്യുക, സെർച്ച് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പൊ നമ്മളിവിടെ ഡബിൾ കോട്സ് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ ഉണ്ടാവുക, മെഷീനുമായി ബന്ധപ്പെട്ടതുണ്ടാവും, ലേണിംഗുമായി ബന്ധപ്പെട്ടതുണ്ടാവും, അൽഗോരിതംസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ പല പേജുകളായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ട് വരാം. അപ്പൊ നമ്മൾ ജസ്റ്റ് ഡബിൾ കോട്സ് ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊറ്റ ടേം ആയിട്ട് എടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ട പേജുകളായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ട് കാണിക്കുക. അതാണ് ഫ്രേസ് സെർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് വൈൽഡ് കാർഡ് സെർച്ച്. വൈൽഡ് കാർഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാർ പോലുള്ള സിമ്പിൾ യൂസ് ചെയ്തിട്ട് നമ്മൾ സെർച്ച് ചെയ്യാം. ഇതിൻ്റെ എക്സാമ്പിൾ ആണ് സ്റ്റാർ സിമ്പിൾ. ഇങ്ങനെ ഒരുപാട് സിമ്പിൾസ് ഉണ്ട് കേട്ടോ, സ്റ്റാർ, ക്വസ്റ്റ്യൻ മാർക്ക്, അണ്ടർസ്കോർ, ഇങ്ങനെ ഒരുപാട് സിമ്പിൾസ് ഉണ്ട്. നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ സ്റ്റാർ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു മിസ്സിംഗ് വേർഡ്, നമുക്ക് ഏതെങ്കിലും ഒരു വേർഡ് ഫില്ല് ചെയ്യാൻ കിട്ടുന്നില്ല, അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, അവിടെ ഒരു സ്റ്റാർ കൊടുത്താൽ മതി. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഹൗ ടു സ്റ്റാർ എ വെബ്സൈറ്റ്. അപ്പോൾ ചിലപ്പോൾ എന്താവും, ഹൗ ടു ബിൽഡ് എന്നുള്ളത് അവിടെ, അല്ലെങ്കിൽ ഹൗ ടു ഹോസ്റ്റ് വെബ്സൈറ്റ് എന്നുള്ളത് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ഫില്ല് ചെയ്തിട്ട് അത് സെർച്ച് ചെയ്തിട്ട് കാണിക്കും. അതാണ് വൈൽഡ് കാർഡ് സെർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു മിസ്സിംഗ് വേർഡിനെ റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മൾ സ്റ്റാർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ പറഞ്ഞത്? നെക്സ്റ്റ് വരുന്നതാണ് വോയിസ് സെർച്ച്. അപ്പോൾ നമ്മളെല്ലാവരും റെഗുലർ യൂസ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ എന്ത് ചെയ്യും, ഗൂഗിൾ സെർച്ചിൽ പോയിട്ട് അവിടെ വോയിസിൻ്റെ ഒരു ബട്ടൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്താണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, വോയിസ് ആയിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യും, സെർച്ച് ചെയ്തിട്ട് കിട്ടും. അതാണ് വോയിസ് സെർച്ച്. ഇതാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന സെർച്ച് ടെക്നിക്സ്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സാധാരണ എക്സാമിന് 10 മാർക്കിന് എക്സ്പ്ലെയിൻ സെർച്ച് എഞ്ചിൻ ആൻഡ് സെർച്ച് ടെക്നിക്സ് വേണ്ടി ചോദിക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതണം. സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷനെ ഇന്റർനെറ്റിൽ നിന്നും സെർച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സെർച്ച് എഞ്ചിൻസ്. സെർച്ച് എഞ്ചിൻ വെച്ച് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട വെബ് പേജുകൾ, ഇമേജുകൾ, വീഡിയോസ്, അതിൻ്റെ കണ്ടന്റ് എല്ലാം നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ട് കാണിക്കും. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഗൂഗിൾ, ബിങ്, യാഹു, ഡക്ഡക്കോ, ബെയ്ഡു ആൻഡ് യാൻഡെക്സ്. ഇനി സെർച്ച് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് മെയിനായിട്ട് 3 കാര്യങ്ങൾ വെച്ചിട്ടാണ്. ഒന്ന് ക്രൗളിങ്, ഇൻഡെക്സിങ് ആൻഡ് റാങ്കിങ്. ക്രൗളിങ് എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റിലുള്ള എല്ലാ വെബ് പേജുകളെയും സ്കാൻ ചെയ്ത് വെക്കലാണ് ക്രൗളിങ് കൊണ്ട് വരുന്നത്. അങ്ങനെ സ്കാൻ ചെയ്ത് വെച്ച ഇൻഫർമേഷനെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് ഒന്ന് സോർട്ട് ചെയ്ത് വെക്കുന്നതാണ് ഇൻഡെക്സിങ്. ഡാറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് വെക്കും. ഇനി ഇൻഡെക്സിങ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്ത് ചെയ്യും, അത് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഏതാണോ അങ്ങനത്തെ കുറേ ക്രൈറ്റീരിയാസ് നോക്കിയിട്ട് അത് ഡിസ്പ്ലേ ചെയ്തിട്ട് കാണിക്കും, റാങ്കിങ് ചെയ്ത് കാണിക്കും. അതാണ് റാങ്കിങ് എന്ന് പറയുന്നത്. ഈ സെർച്ചിങ് ടെക്നിക്സ് നമ്മൾ പറഞ്ഞു, കീവേഡ് ബേസ്ഡ് സെർച്ച് ഉണ്ട്, ബൂളിയൻ സെർച്ച് ഉണ്ട്, ഫ്രേസ് സെർച്ച്, വൈൽഡ് കാർഡ് സെർച്ച് ആൻഡ് വോയിസ് സെർച്ച് ടെക്നിക്സ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് ഇമെയിൽ. സെർച്ച് എഞ്ചിൻ ക്ലിയർ അല്ലേ? ഇനി പറയണോ? നെക്സ്റ്റ് വരുന്നതാണ് ഇമെയിൽ. ഇമെയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്നതായിരിക്കും. ഇലക്ട്രോണിക് മെയിൽ എന്നാണ് പറയാം. എന്തിനാണ് നമ്മൾ ഇമെയിൽ യൂസ് ചെയ്യുന്നത്? എന്തിനാണ് നമ്മൾ ഇമെയിൽ യൂസ് ചെയ്യുന്നത്?
ഉം. നമുക്കൊരു മെസ്സേജൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാം അല്ലേ, നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ അല്ലെങ്കിൽ മെസ്സേജൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇമേജസ്, വീഡിയോസ്, ഓഡിയോ ഫയൽസ് ഇതൊക്കെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനാണ് നമ്മൾ ഈ ഇമെയിൽ യൂസ് ചെയ്യാം. ഇന്നിപ്പോൾ നമ്മൾ വാട്സപ്പ് ഒക്കെ വന്നതോടുകൂടി ഇമെയിലിൻ്റെ യൂസേജ് കുറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഇന്നും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ബയോഡാറ്റ ഒക്കെ സെൻഡ് ചെയ്യുക അല്ലെ, CV ഒക്കെ സെൻഡ് ചെയ്യുന്നതൊക്കെ ത്രൂ ഇമെയിലാണ്. ഓക്കെ, അപ്പോൾ ഇമെയിലിൻ്റെ ഏറ്റവും ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അത് ഫാസ്റ്റ് ആണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ് അല്ലെ. നമുക്ക് ഇമെയിൽ യൂസ് ചെയ്യാൻ വേണ്ടി പ്രത്യേക കാശൊന്നും വേറെ കൊടുക്കണ്ട, കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ എവിടെ നിന്ന് വേണമെങ്കിലും ഇമെയിൽ യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലെ. അതേപോലെ മൾട്ടിപ്പിൾ ആൾക്കാർക്ക് നമുക്ക് ഒരേ സമയം എന്ത് ചെയ്യാം, ഡാറ്റ ഒക്കെ സെൻഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഇമെയിൽ മെയിനായിട്ട് വർക്ക് ചെയ്യുന്ന പ്രോട്ടോകോൾസ് ആണ്. ഒന്ന് SMTP, പ്രോട്ടോകോളിൻ്റെ പേര് ജസ്റ്റ് നിങ്ങളൊന്ന് പഠിച്ചു വെക്കട്ടോ. SMTP ഇമെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോളാണ് SMTP. എന്താണ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് മൊഡ്യൂള്. എന്തായിരുന്നു പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ? എന്തായിരുന്നു പ്രോട്ടോകോള്? നമ്മളെ ഇന്റർനെറ്റിലെ കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സെറ്റ് ഓഫ് റൂൾസ് ആണ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റർനെറ്റിലെ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് റൂൾസിനെ നമ്മൾ പ്രോട്ടോകോൾ എന്ന് പറയാം. നമ്മൾ IP അഡ്രസ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് FTP പ്രോട്ടോകോൾ, SMTP, അങ്ങനെ ഒരുപാട് പ്രോട്ടോകോൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇമെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോളാണ് SMTP, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അതുപോലെ പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ ഉണ്ട്, അതേപോലെ IMAP, ഇന്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോകോൾ ഉണ്ട്. ഇതെല്ലാം ഇന്റർനെറ്റിനെ റിസീവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ രണ്ട് പ്രോട്ടോകോൾസും. POP3യും IMAPും. ജസ്റ്റ് ഈ പേരുകൾ പഠിച്ചു വെക്കുക, MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇമെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോളാണ് SMTP. ഇമെയിലിനെ റിസീവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോളാണ് POP3 ആൻഡ് IMAP. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഇമെയിലിൻ്റെ വർക്കിംഗ് എന്ന് നോക്കാം. അതായത് ഒരാൾ ഒരു ഇമെയിൽ എടുത്തു, അത് സെൻഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് അത് സെൻഡ് ചെയ്യുമ്പോൾ അത് ഏതൊക്കെ സ്റ്റെപ്പിലൂടെയാണ് കടന്നു പോകുന്നത് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, കമ്പോസ് എമെയിൽ, ഒരു മെയിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ അക്കൗണ്ടിൽ ഇപ്പോൾ Gmail ആണെങ്കിൽ Gmail ഇതിലേക്ക് എന്ത് ചെയ്യും, ലോഗിൻ ചെയ്തിട്ട് നമ്മൾ ഫോണോ കമ്പ്യൂട്ടറോ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ലോഗിൻ ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു മെയിൽ ക്രിയേറ്റ് ചെയ്യും അല്ലേ. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇമെയിൽ സെൻഡ് ടു SMTP സെർവർ. നമ്മൾ ജസ്റ്റ് സെൻഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ മെയിൽ നേരെ പോകുന്നത്, അപ്പം നമ്മൾക്ക് ആർക്കാണോ അയക്കുന്നത് അയാളടുത്തേക്കല്ല പോകുന്നത്, മറിച്ച് അതൊരു SMTP സെർവറിലേക്കാണ് ഈ മെയിൽ ആദ്യം എത്തുന്നത്. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ SMTP സെർവർ എന്ത് ചെയ്യും, അത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യും. അതിൻ്റെ ഇപ്പോൾ റെസിപ്പിയൻ, ഇപ്പോൾ നമ്മൾ abc@gmail.com എന്ന് പറയുന്ന ഒരാൾക്കാണ് നിങ്ങൾ മെയിൽ അയക്കുന്നത് വിചാരിച്ചു, അപ്പോൾ അയാളെ മെയിൽ ID ഒക്കെ കറക്റ്റ് ആണോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. അതാണ് ഇമെയിൽ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് സ്റ്റെപ്പിൽ ആ റെസിപ്പിയൻറ്റിൻ്റെ എവിടെയാണ് നമ്മൾ അയക്കേണ്ട അയാൾ അക്കൗണ്ട് എവിടെയാണുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഫൈൻഡ് ഔട്ട് ചെയ്യും. അതാണ് ഫൈൻഡിങ് ദ റെസിപ്പിയൻ സെർവർ. നമുക്കറിയാം എല്ലാ ഇൻഫർമേഷനും ഓരോ സെർവറിലായിരിക്കും ഉണ്ടാവുക, സെർവറിൽ എടുത്തിട്ടാണ് നമുക്ക് തിരിച്ചു തരുന്നത്. അപ്പോൾ റെസിപ്പിയൻറ്റിൻ്റെ സെർവറിനെ ഫൈൻഡ് ചെയ്യും. എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്യും, ഈ SMTP സെർവർ നമ്മുടെ മെയിൽ എന്ത് ചെയ്യും, ആ SMTP പ്രോട്ടോകോൾ വെച്ചിട്ട് അയാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ സെൻഡ് ചെയ്യുന്ന സമയത്ത് സെർവർ പിന്നെ ഈ മെയിൽ കിട്ടിക്കഴിഞ്ഞാൽ ചെക്ക് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും വൈറസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത്. അത് കറക്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ആർക്കാണോ അയക്കേണ്ടത് അവരുടെ ഇമെയിൽ ഇൻബോക്സിലേക്ക് അത് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എന്ത് ചെയ്യും, ആ റെസിപ്പിയൻ്റ് എന്ത് ചെയ്യും, ഒരു മെസ്സേജ് വന്നെന്നുള്ള, അപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂ മെയിൽ വന്നെന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യും, എടുത്തിട്ട് റീഡ് ചെയ്തിട്ട് കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ഫോണിലോ നമ്മൾ ഓപ്പൺ ആക്കി നോക്കും. ഇതാണ് അതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഒരു മെഷീൻ ഉണ്ടാവും. മെഷീൻ നിങ്ങളിപ്പോൾ ഗൂഗിൾ ക്രോമോ എന്തെങ്കിലും എടുത്തു, www.gmail.com നിങ്ങൾ ഇമെയിൽ ID എടുത്തു, നിങ്ങൾ സെൻഡ് ചെയ്തു. അപ്പോൾ നേരെ പോകുന്നത് ഒരു SMTP സെർവറിലേക്കായിരിക്കും. ഈ സെർവർ ഇവിടുന്ന് കറക്റ്റ് മെയിൽ ID ആണോ അങ്ങനത്തെ കാര്യം. ഇപ്പം നമുക്ക് ചിലപ്പോൾ നിങ്ങളുടെ മെയിൽ ID ഒക്കെ നിങ്ങൾ തെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ മെസ്സേജ് കാണാം, പ്ലീസ് ചെക്ക് ദ മെയിൽ ID
സിൻടാക്സ് ഒക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കറക്റ്റ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യുന്നത് ഈ SMTP സെർവറാണ്. കറക്റ്റ് എന്ത് ചെയ്യും, ഇയാൾ നമ്മൾ അയക്കുന്ന ആളുടെ മെയിൽ ഐ ഡി ഒക്കെ ചെക്ക് ചെയ്യും, അയാൾ എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കും. പിന്നെ ഈ മെയിൽ ഐ ഡിയിൽ എന്തെങ്കിലും വൈറസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നത് ചെക്ക് ചെയ്തിട്ട് അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നേരിട്ട് നമ്മൾക്ക് ആർക്കാണോ അയക്കേണ്ടത് അയാൾക്ക് എന്ത് ചെയ്യും, സെൻഡ് ചെയ്ത് കൊടുക്കും. ഇതാണ് ഒരു ഇമെയിലിൻ്റെ ഒരു സിമ്പിൾ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ഒരു ഇമെയിലിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് ടു ഉണ്ട്, പിന്നെ അതേപോലെ BCC സബ്ജക്റ്റ് ആഡ് ചെയ്യാനുള്ള പോർഷൻ കാണാം. പിന്നെ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, കണ്ടന്റ് ഒക്കെ ടൈപ്പ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമുക്ക് അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഇമേജസ്, സിമ്പിൾസ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയണതായിരിക്കും, എന്നാലും ഒന്ന് പറഞ്ഞു പോകട്ടെ. നമ്മൾ ടൂവിൻ്റെ അകത്താണ് നമുക്ക് ആർക്കാണോ അയക്കേണ്ടത് അയാളെ മെയിൽ ഐ ഡി കൊടുക്കുന്നത്. പിന്നെ എന്നിട്ട് നമ്മൾ മെയിൽ കണ്ടന്റ് ഒക്കെ ടൈപ്പ് ചെയ്തതിന് ശേഷം സെൻഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യും. അപ്പോൾ അത് ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്യാറ്. നമുക്ക് ഓരോ കമ്പോണൻസ് എന്താണെന്നുള്ളത് നോക്കാം. മെയിൻ കമ്പോണൻസ് ഓഫ് ഇമെയിൽ, ഹെഡർ സെക്ഷൻ, ഇത് ഫ്രം ഉണ്ടാവും, ടു ഉണ്ടാവും. ഫ്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൽ അഡ്രസ്സ്, ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കാണോ അയക്കേണ്ടത് അയാളാണ് ടൂലുണ്ടാവുക. അപ്പോൾ നമ്മളിവിടെ കാണിച്ച ടൂല് നമ്മൾ ആർക്കാണോ മെയിൽ അയക്കേണ്ടത് അയാൾ അഡ്രസ്സായിരിക്കും നമ്മളിവിടെ കൊടുക്കുക. ഇനി നമുക്കിതിൽ കാണുന്നതാണ് CC, അതുപോലെ ഇവിടെ കാണാം BCC, കാണുന്നില്ലേ? CC എന്ന് പറഞ്ഞാൽ കാർബൺ കോപ്പി, BCC എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പി. ഓക്കെ, ഇപ്പൊ കാർബൺ കോപ്പി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ അയക്കുന്ന, ഇപ്പൊ നിങ്ങളൊരു മെയിൽ അയക്കുകയാണ്, ഈ ഒരു മെയിൽ നിങ്ങൾക്ക് ഒരാൾക്കല്ല ഒരുപാട് ആൾക്കാർക്ക് അയക്കണം. അപ്പൊ ഈ ബാക്കിയുള്ളവരെ മെയിൽ ഐ ഡി എല്ലാം നമുക്ക് ഇവിടെ കോമിട്ട് കൊടുത്താൽ മതി. നമുക്ക് ആർക്കൊക്കെയാണോ അയക്കേണ്ടത് അവർക്കെല്ലാം അവരുടെ എല്ലാം മെയിൽ ഐ ഡി നമ്മൾ എന്ത് കൊടുത്താൽ മതി, ഈ CCയിൽ എന്താ കോമിട്ട് കൊടുത്താൽ മതി. അപ്പൊ CCന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോ ഈ അയക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും ആർക്കൊക്കെയാണ് ഈ മെയിൽ അയച്ചിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു എന്ന് പറയുന്ന ഒരാൾക്ക് ഇപ്പൊ മെയിൽ ജസ്റ്റ് എന്നാവൂല, അതിന്റെ ഇമെയിൽ ഐ ഡി ഇപ്പൊ a.gmail.com എന്താണോ എന്നുള്ളത് ID നമ്മൾ കൊടുത്തു. ഞാൻ ഇപ്പോൾ ഇവിടെ സിമ്പിൾ ഇവിടെ AB,C എന്നിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഈ അയക്കുന്ന ഈ മെയില് എക്കും ബിക്കും സിക്കും എല്ലാം കിട്ടും. അതുപോലെ തന്നെ എക്ക് അറിയാൻ പറ്റുമെന്ത്, ഈ ബിയിൽക്കും മെയിൽ അയച്ചിട്ടുണ്ട്, സിയിൽക്കും മെയിൽ അയച്ചിട്ടുണ്ട് എന്നുള്ളത്. അതാണ് CC, കാർബൺ കോപ്പി എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ ഈ ഒരു എക്ക് അയാളെ മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്യുമ്പോൾ ഈ മെയിലും കിട്ടും, അതിന്റെ കൂടെ തന്നെ നമ്മൾ ആർക്കൊക്കെയാണോ വേറെ അയച്ചിട്ടുള്ളത് അയാളുടെ എല്ലാവരുടെയും മെയിൽ ഐ ഡിയും കിട്ടും. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ ഇയാൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ മെയിൽ വേറെ ആർക്കൊക്കെയാണ് പോയിട്ടുള്ളത് എന്നുള്ളത്. അതാണ് CC എന്ന് പറയുന്നത്, കാർബൺ കോപ്പി. ക്ലിയർ ആണോ? അപ്പോൾ ഒരു കോപ്പി, ഇമെയിലിന്റെ ഒരു കോപ്പി ബാക്കിയുള്ളവർക്കും കൂടെ അയക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ CC യൂസ് ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ബാക്കിയുള്ളവർക്കും കൂടെ കാണാൻ പറ്റും ആർക്കൊക്കെ അയച്ചിട്ടുള്ളത്. ഇനി BCC എന്ന് പറഞ്ഞാലും ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കോപ്പി സെൻഡ് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്, പക്ഷെ വിത്തൗട്ട് ഷോയിങ് ഇറ്റ് ടു അതർ റെസിപ്പിയൻ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ BCCയിലാണ്, പിന്നെ എയും ബിയും സിയും മറ്റ് അത് വേറെ മെയിൽ ഐ ഡിയിലേക്കും കൂടെ നമുക്ക് അയക്കണം. ഇവരിതും കൂടെ ഞാൻ BCC ആയി കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്കും മെയിൽ കിട്ടും, ബിക്കും മെയിലും കിട്ടും, സി എന്ന് പറയുന്ന വ്യക്തിക്കും മെയിൽ കിട്ടും. പക്ഷെ ഇവർക്ക് പരസ്പരം അറിയില്ല. അപ്പൊ എക്ക് അറിയില്ല ബിക്ക് മെയിൽ പോയിട്ടുണ്ട് എന്നുള്ളത്, ബിക്ക് അറിയില്ല സിക്ക് മെയിൽ പോയിട്ടുണ്ട്, അയാൾക്ക് ഇയാളുടെ മെയിൽ ഐ ഡി മാത്രമേ കാണാൻ വേണ്ടി സാധിക്കുള്ളൂ. ഓക്കെ, അയച്ച ആളുടെ മെയിൽ ഐ ഡി മാത്രമേ കാണാൻ സാധിക്കുള്ളൂ, അതിന്റെ കൂടെ ആർക്കൊക്കെ അയച്ചെന്നുള്ളതും അറിയില്ല. അതാണ് BCCന്റെ പ്രത്യേകത. അതാണ് ബ്ലൈൻഡ് കാർബൺ കോപ്പി. ഓക്കെ, പിന്നെ വരുന്നതാണ് ഡേറ്റ് ആൻഡ് ടൈം, പിന്നെ സബ്ജക്റ്റ് ഇവിടെയാണ് സബ്ജക്റ്റ് വരുന്നത്. ഇതാണ് മെയിൻ പോർഷൻ, ഹെഡർ പോർഷൻ വരുന്നതാണ് ടു, BCC, CC എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ബോഡി പോർഷനിലാണ് നമ്മുടെ ഇവിടെ ഹെഡിങ് വരും, സബ്ജക്റ്റ് വരും. പിന്നെ ബോഡി സെക്ഷനിൽ വരുന്നതാണ് ഹെഡിങ്, ഗ്രീറ്റിംഗ്സ് അല്ലെങ്കിൽ സാല്യൂട്ടേഷൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഡിയർ സാർ അങ്ങനെ വരുന്നത്. പിന്നെ മെയിൻ മെസ്സേജ് എന്താണെന്നുള്ളത് കൊടുക്കുക, പിന്നെ ക്ലോസിങ്, പിന്നെ സിഗ്നേച്ചർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, പിന്നെ എന്തെങ്കിലും അറ്റാച്ച്മെന്റ്സ് ഉണ്ട് അല്ലെങ്കിൽ ലിങ്ക്സ്, ഇതൊക്കെയാണ് പിന്നെ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും പോർഷനാണ് ഇതിന്റെ ഹെഡർ സെക്ഷൻ എന്ന് പറയുന്നത്. ഹെഡർ സെക്ഷനിലാണ് എന്തൊക്കെയുള്ളത്, ടു, CC, BCC, സബ്ജക്റ്റ്. പിന്നെ വരുന്നതാണ് മെയിൻ ബോഡി, ഇതിൻ്റെ അകത്ത് വരുന്നതാണ് ഗ്രീറ്റിംഗ്സ്. ഇപ്പൊ നമ്മൾ ഡിയർ സാർ എന്താണെന്നുള്ളത്, പിന്നെ നമ്മൾ അതിന്റെ കണ്ടന്റ് എന്താണെന്നുള്ളത്, പിന്നെ ക്ലോസിങ്, സിഗ്നേച്ചർ ഉണ്ടെങ്കിൽ അത് കൊടുക്കും. പിന്നെ വരുന്നതാണ് ഈ ഒരു ബട്ടൺ, ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും പേജസോ ഫോട്ടോസോ ഒക്കെ അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ക്ലിക്ക് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്യാം. ഇവിടെ ഇമേജസ് കൊടുക്കാം, സ്റ്റിക്കേഴ്സ് കൊടുക്കാം, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എല്ലാം കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, സെൻഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ?
ഇത്രയും പറഞ്ഞത് ക്ലിയർ അല്ലേ? ഇനി പറയണോ? അപ്പൊ ഇതിൽ കാർബൺ കോപ്പി ഒന്നും കൂടി കൊടുത്തിട്ട് ചിലപ്പോൾ എക്സാമിന് നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ സി സി ആൻഡ് ബി സി സി എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്താണ്. സി സി എന്ന് പറഞ്ഞാൽ ഒരു ഈ സെൻഡ് എ കോപ്പി ഓഫ് ദി ഇമെയിൽ ടു ദി അഡീഷണൽ പീപ്പിൾ. നമുക്ക് ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് എന്ത് ചെയ്യണം, സെയിം മെയിൽ സെൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ സി സിൻ്റെ അകത്താണ് ഇത് കൊടുക്കുക. പക്ഷെ ഓൾ അതർ റെസിപ്പിയൻസ് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ആർക്കൊക്കെയാണ് അയച്ചിട്ടുള്ളത് കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ എപ്പോഴാണ് ഇത് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയണം. അങ്ങനത്തെ കേസിലാണ് നമ്മൾ സി സി യൂസ് ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മളൊരു ബോസിന് നമ്മൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഒരു മെയിൽ അയക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യണം, ബോസിന് അയക്കുന്നത് നമ്മുടെ സഹപ്രവർത്തകർക്കും കൂടെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ കൊളീഗിനും കൂടെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, സി സിയിൽ കൊടുക്കാം. അതായത് ഇങ്ങനെ ഒരു മെയിൽ ഞാൻ അയച്ചിട്ടുണ്ട് എന്നുള്ളത് ബാക്കിയുള്ളവർക്കും കൂടെ അറിയണം. അതാണ് നമ്മൾ സി സിയിൽ കൊടുക്കുക. ഇനി ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ അറിയാതെ, ഇപ്പം നമുക്ക് ഇന്റർവ്യൂ ലെറ്റർ ഒക്കെ വരിക. അപ്പം ഇന്റർവ്യൂ ഇപ്പം നമ്മളൊരു ജോബിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും, ഇത്രയും ആൾക്കാർ നിങ്ങൾ സെലക്റ്റഡ് ആണ്, ഇന്റർവ്യൂവിന് ഇന്ന ടൈമിൽ അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമുക്ക് മെയിൽ വരാറുണ്ട്. അപ്പം ഈ കമ്പനിയിൽ നിന്ന് നമുക്ക് വരുന്ന മെയിലുകൾ നമുക്ക് കിട്ടി നമ്മളത് മാത്രമേ ഐഡിയ ഉണ്ടാവുള്ളൂ. നമുക്കറിയില്ല ബാക്കി ആരൊക്കെയാണ് അവർ ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അങ്ങനത്തെ കേസിലൊക്കെയാണ് ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്ന് പറയുന്നത്. അതായത് ബാക്കി ആരൊക്കെയാണ് ആ മെയിൽ റിസീവ് ചെയ്തെന്നുള്ളത് അറിയില്ല. ഓക്കെ, അതർ റെസിപ്പിയൻറ്റിനൊന്നും അതായത് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കില്ല. അപ്പം അത് പ്രൈവസിയൊക്കെ നമുക്ക് യു വാണ്ട് ടു പ്രൊട്ടക്ട് യുവർ പ്രൈവസി. അതായത് നമുക്ക് ലാർജ് ഗ്രൂപ്പിൽ നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് ഒന്നിച്ച് മെയിൽ അയക്കുകയാണ് നമ്മുടെ പ്രൈവസി കീപ്പ് ചെയ്തുകൊണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ബി സി സി യൂസ് ചെയ്യുക. ഇപ്പോൾ സെൻഡിങ് ആൻ അനൗൺസ്മെന്റ് ടു മെനി പീപ്പിൾ, നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും അനൗൺസ്മെന്റ് അല്ലെങ്കിൽ നമ്മളൊരു ഇൻവിറ്റേഷൻ കൊടുക്കണം. ഇങ്ങനെ ഇൻവിറ്റേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആർക്കൊക്കെ കൊടുത്തുള്ളത് ബാക്കിയുള്ളവർ അറിയാൻ പാടില്ല. അങ്ങനത്തെ കേസിലൊക്കെയാണ് നമ്മൾ എന്ത് കൊടുക്കുക, ബി സി സി എന്നുള്ളത് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് രണ്ട് ടേമുകൾ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്, ഒന്ന് സ്പാമും മറ്റൊന്ന് ട്രാഷും. സ്പാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റർനെറ്റിലൂടെ വരുന്ന നമുക്ക് ആവശ്യമില്ലാതെ റെലവലൻ്റ് ആയിട്ട് വരുന്ന മെസ്സേജുകളെയാണ് നമ്മൾ സ്പാം എന്ന് പറയാം. ഓക്കെ, അതായത് നമുക്ക് സാധാരണ അഡ്വർടൈസിങ്ങിന് ഇപ്പം നമ്മൾ ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ മാൽവെയർ സ്പ്രെഡ് ചെയ്യാൻ ഇങ്ങനത്തെ മലീഷ്യസ് പർപ്പസിന് വേണ്ടി വരുന്ന മെയിലുകളാണ് സ്പാം എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ മെയിൽ ഐ ഡിയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇപ്പോൾ ഫേക്ക് ലോട്ടറി വിന്നിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് മെയിലുകൾ വരാറുണ്ട്. ഇപ്പം നമുക്ക് ജിമെയിലൊക്കെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഡിറ്റക്ട് ചെയ്യും ഇത് സ്പാം ആണോ എന്നുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു സ്പാമിൻ്റെ ഫോൾഡറിൽ കൊണ്ടുപോയിട്ട് സേവ് ചെയ്യാണ് വെക്കാറ്. ഓക്കെ, അൺവാണ്ടഡ് മാർക്കറ്റിംഗ് ഇമെയിൽസ്, സ്കാം ആൻഡ് ഫിഷിംഗ് അറ്റംപ്റ്റ്. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ജിമെയിൽ, ഔട്ട്ലുക്ക്, യാഹൂലൊക്കെ ഒരു സ്പാം അല്ലെങ്കിൽ ജങ്ക് ഫോൾഡർ ഉണ്ട്. അവിടെയാണ് ഇങ്ങനെ വരുന്ന ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന ഇതിനൊക്കെ എന്ത് ചെയ്യും, ഫിൽട്ടർ ചെയ്ത് വെക്കും. അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് നമ്മൾ മെഷീൻ ലേണിംഗ്, അതിൻ്റെ അകത്ത് ഒരുപാട് അൽഗോരിതംസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള അൽഗോരിതംസ് ഒക്കെ വെച്ചിട്ട് ആ മെയിലുകൾ കറക്റ്റ് ഉള്ളതാണോ അല്ലെങ്കിൽ സ്പാം ആണോ വൈറസ് ഉള്ളതാണോ എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ ഈ സ്പാം ഫോൾഡറിൽ കൊണ്ടുപോയിട്ട് സേവ് ചെയ്ത് വെക്കും. അതാണ് സ്പാം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അത് ഞാനൊന്ന് കാണിച്ചു തരട്ടെ, മെയിൽ എടുത്തിട്ട് ലാസ്റ്റ് കാണിച്ചു തരാം. ഇത്രയും ക്ലിയർ അല്ലേ എന്താണ് സ്പാം എന്നുള്ളത്? ആവശ്യമില്ലാത്ത മെസ്സേജുകളെ എന്ത് ചെയ്യുക, ഒരു ഫോൾഡറിൽ കൊണ്ടുപോയിട്ട് സേവ് ചെയ്ത് വെക്കുക. അതാണ് സ്പാം എന്ന് പറഞ്ഞാൽ. ട്രാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി വെക്കുന്നതാണ് ട്രാഷ്. ഇപ്പം നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ അകത്താണെങ്കിൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്തതൊക്കെ റീസൈക്കിൾ ബിന്നിലാണ് കൊണ്ടുപോയി സ്റ്റോർ ചെയ്യുക. അതുപോലെ മെയിലിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമില്ലാതെ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതൊക്കെ ഈ ട്രാഷ് മെയിലിലാണ് ഉണ്ടാവുക. അപ്പം നമ്മുടെ പണ്ടത്തെ കോൺവെർസേഷൻസ്, ഇപ്പം നമുക്ക് ആവശ്യമില്ലാത്ത നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞ മെയിലുകൾ, ഇപ്പം നോട്ടിഫിക്കേഷൻസ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡിലീറ്റ് ചെയ്യും. അപ്പോൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രാഷ് ഫോൾഡറിലായിരിക്കും അത് സേവ് ചെയ്തിട്ട് വെക്കുക. ക്ലിയർ ആണോ? സ്പാമും ട്രാഷും ക്ലിയർ അല്ലേ? അല്ലേ? ഇനി പറയണോ? അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഞാനൊരു ജിമെയിൽ എടുത്തിട്ടൊന്ന് എക്സാമ്പിൾ കാണിച്ചു തരാം. മെയിൽ ഐ ഡി ഒക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ? ഇല്ലേ? ഇപ്പോൾ നമുക്ക് ഫോണൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ മെയിൽ ഐ ഡി വെച്ചിട്ടായിരിക്കും നിങ്ങൾ ലോഗിൻ ഒക്കെ ചെയ്യുക. ഇല്ലേ? എല്ലാവർക്കും ഇല്ലേ? മെയിൽ ഐ ഡി ഇല്ലാത്തവരൊന്നും ഇല്ലല്ലോ? ഓക്കെ, അപ്പോൾ മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഒരു വെബ് ബ്രൗസർ എടുത്തു. അതിൻ്റെ അകത്ത് സെർച്ച് ചെയ്ത് www.gmail.com.
ഇപ്പോൾ ഒരു പേജ് വരും. അപ്പോൾ നേരെ gmail.com പോകും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ജിമെയിൽ ഓൾറെഡി സൈൻ ഇൻ ചെയ്ത കാരണം എനിക്കിപ്പോൾ ഇതിൽ ഇങ്ങനെ ഔട്ടാണ് വരിക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ലോഗിൻ്റെ പേജ് വന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമുക്ക് ഇതിൻ്റെ കാണാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് കാരണം നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം ഇതാണ് നമ്മൾ എന്ത് ചെയ്യുക, കമ്പോസ് മെയിൽ എന്ത് ചെയ്യുക, കമ്പോസ് ചെയ്യുക, ഒരു മെയിൽ ഉണ്ടാക്കാനുള്ള ബട്ടനാണ് ഇത്. അപ്പോൾ ഇവിടെ പോയിട്ടാണ് നമ്മൾ ടു എന്നുള്ളിടത്ത് നമുക്ക് ആർക്കാണോ മെയിൽ സെൻഡ് ചെയ്യേണ്ടത് അതിവിടെ കൊടുക്കുക. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ CC. ഓക്കെ, നമുക്ക് അതിൻ്റെ കൂടെ ഒരുപാട് ആൾക്കാർക്ക് സെയിം മെയിൽ അയക്കണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ മെയിൽ ID നമ്മൾ CCയിൽ കൊടുക്കും. ഇനി നമുക്ക് BCC ആയിട്ട് അയക്കണമെന്നുണ്ടെങ്കിൽ അതെന്ത് കൊടുക്കുക, മെയിൽ ID BCCയിലാണ് കൊടുക്കുക. ക്ലിയർ അല്ലേ? CC എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയും ആർക്കൊക്കെ അയച്ചിട്ടുള്ളത് എന്നുള്ളത്. BCC ആണെങ്കിൽ എങ്ങനെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ വേണ്ടി സാധിക്കില്ല. പിന്നെ നമുക്ക് എന്താണോ സബ്ജക്റ്റ്, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇൻ്റർവ്യൂവിന് വേണ്ടി നിങ്ങളെ CV അയക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കൊടുക്കാം, ഇവിടെ സബ്ജക്റ്റിൻ്റെ അവിടെ അപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് കമ്പ്യൂട്ടർ ടീച്ചർ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, സബ്ജക്റ്റ് ആയിട്ട് കൊടുക്കുക. പിന്നെ നമ്മളെ മെയിൻ കണ്ടന്റ് എന്താണോ എന്നുള്ളത് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ നിങ്ങൾ വേർഡിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ ബോൾഡ് ചെയ്യാം, ഇറ്റാലിക് ആക്കാം, അണ്ടർലൈൻ കൊടുക്കാം, അതൊക്കെയാണ് ഈ താഴെ കാണുന്നത്. പിന്നെ നമ്മുടെ ഫോണ്ട് ഏതാണെന്നുള്ളത് നമുക്ക് ഇവിടെ തീരുമാനിക്കാം. ഒരുപാട് ഫോണ്ടുകൾ നമ്മൾ വേർഡിലൊക്കെ കാണുമ്പോൾ ഒരുപാട് ഫോണ്ടുകളുണ്ട്, അത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഇതൊക്കെയാണ് ഇതിൽ കാണുന്നത്. പിന്നെ ഇവിടെ കാണുന്നതാണ് അറ്റാച്ച്, നമുക്ക് ഫോർമാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. നമുക്ക് നമ്മൾ കൊടുത്ത ഇതൊക്കെ ഫോർമാറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അതായത് ഈ ബട്ടൺ സംഭവങ്ങൾ വരും. ഫോർമാറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റിനെ ബോൾഡാക്കുക, ഇറ്റാലിക് ആക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇതാണ് അറ്റാച്ച്. നമുക്ക് ഈ മെയിലിൻ്റെ കൂടെ എന്തെങ്കിലും ഫയൽ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പോയിട്ട് ജസ്റ്റ് സെലക്ട് ചെയ്യാം, ഓപ്പൺ കൊടുക്കുക, അങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് എന്തെങ്കിലും ലിങ്കുകൾ, ഹൈപ്പർ ലിങ്കുകളൊക്കെ നമുക്ക് ഏതെങ്കിലും വെബ്സൈറ്റിൽ ലിങ്കൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലിങ്കിൽ പോയാൽ മതി. ഇവിടെ നമുക്ക് സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഗൂഗിൾ ഡ്രൈവിലുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഇവിടെ നമുക്ക് ഫോട്ടോസ് കൊടുക്കാം. പിന്നെ കോൺഫിഡൻഷ്യൽ മോഡിൽ പ്രൈവറ്റ് ആയിട്ട് നമുക്ക് അയക്കാം, സിഗ്നേച്ചർ കൊടുക്കാം. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ്, ഇത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, ഇതൊക്കെയാണ് നമുക്ക് കമ്പോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. ഇത് ജസ്റ്റ് എന്ത് കൊടുക്കുക, സെൻഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അതെന്താവും, നമ്മൾ ആർക്കാണോ അയക്കുന്നത് അയാൾക്ക് സെൻഡ് ആയിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ പറഞ്ഞത്? ക്ലിയർ അല്ലേ? ഈ സൈഡിൽ നമുക്ക് ഇൻബോക്സ് എടുത്ത് കാണാൻ പറ്റും, നമുക്ക് ഏതൊക്കെയാണ് നമ്മുടെ വന്നിട്ടുള്ള മെയിലുകൾ. പിന്നെ സ്റ്റാർ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ എടുത്ത് നമ്മൾ സെൻഡ് ചെയ്തിട്ടുള്ള മെയിലുകളുടെ ലിസ്റ്റ് കാണും. ഡ്രാഫ്റ്റ് എന്നാണ് നമ്മൾ സേവ് ചെയ്തിട്ടുള്ളത്. പിന്നെ മോറിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ സ്പാമും ട്രാഷും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, സ്പാം ട്രാഷ്. എന്തായിരുന്നു സ്പാം എന്ന് പറഞ്ഞാൽ? എന്തായിരുന്നു സ്പാം? കേൾക്കുന്നില്ലേ? എന്താണ് സ്പാം? ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും എന്താ ചെയ്യുക, അൺവാണ്ടഡ് ആയിട്ട് ആവശ്യമില്ലാത്ത മെയിലുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, ജിമെയിൽ ഈ സ്പാമിന്റെ ഫോൾഡറിൽ കൊണ്ടുപോയിട്ടായിരിക്കും സേവ് ചെയ്യുക. അപ്പൊ ഇതിനകത്ത് സ്പാം ഒന്നും വന്നിട്ടില്ല, സ്പാമിന്റെ ഫോൾഡറിൻ്റെ അകത്തായിരിക്കും സേവ് ചെയ്യുക. ക്ലിയർ അല്ലേ? അതായത് ഇപ്പോൾ പരസ്യങ്ങൾ, പിന്നെ അതുപോലെ വൈറസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ജിമെയിൽ സെർവർ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഒക്കെ വെച്ചിട്ട് ഡിറ്റക്ട് ചെയ്യും. ഇത് വൈറസ് ഉള്ള സംഭവമാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെന്ത് ചെയ്യും, ഈ ഒരു ഫോൾഡറിലേക്കായിരിക്കും സേവ് ചെയ്യുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, സ്പാം, അപ്പം നിങ്ങളുടെ മെയിലൊക്കെ ചെക്ക് ചെയ്യുക സ്പാം ഉണ്ടോ എന്നുള്ളത്. സ്പാം ഉണ്ടെങ്കിൽ അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യാതിരിക്കുക കേട്ടോ. ക്ലിക്ക് ചെയ്ത് ചിലപ്പോൾ വൈറസിൻ്റെ സൈറ്റൊക്കെ ആയിരിക്കും പോവാം. നെക്സ്റ്റ് ആണ് ട്രാഷ്. ട്രാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പം നമ്മളിപ്പോൾ ഇൻബോക്സിൽ നിന്ന് എടുത്ത് എന്തെങ്കിലുമൊക്കെ ഡിലീറ്റ് ചെയ്തു. അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഡിലീറ്റ് എന്നുള്ള ബട്ടൺ കാണാം ഇവിടെ, ഡിലീറ്റ് ചെയ്തു. ഈ ഡിലീറ്റ് ചെയ്ത സംഭവങ്ങൾ എവിടെ ഉണ്ടാവുക, ഈ ട്രാഷിലാവും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്ത സംഭവം കണ്ടില്ലേ, നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ എത്രയും പറഞ്ഞത്? ഇത്രയാണ് നമുക്ക് മെയിലിനെ കുറിച്ച് പറയാനുള്ളത്. ഇമെയിലും ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് സാധാരണ ചോദിച്ച് കാണാറുണ്ട്. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത് സെർച്ച് എഞ്ചിനും അതുപോലെ ഇമെയിൽ എന്താണെന്നുള്ളതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. നമുക്ക് 1-2 ക്ലാസ്സും കൂടെ ഉള്ളൂ, അതുകൊണ്ട് കൂടി നമ്മുടെ പോർഷൻ കംപ്ലീറ്റ് ആവും.